നമസ്കാരം. മലയാളം TV ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം. ആദിവാസികളുടെ ദുരൂഹ മരണം വർദ്ധിക്കുന്നു. വയനാട് ജില്ലയിൽ നിന്ന് അന്യ സംസ്ഥാനങ്ങളിൽ ജോലിക്ക് കൊണ്ടുപോകുന്ന ആദിവാസി തൊഴിലാളികളുടെ ദുരൂഹ മരണങ്ങൾ ദിനംപ്രതി വർദ്ധിക്കുന്നു. മാനന്തവാടി താലൂക്കിൽ കൊമ്മയോട് വേലക്കരക്കുന്ന് കോളനിയിലെ പുട്ടൻ എന്ന 39 വയസ്സുള്ള ആദിവാസിയാണ് അവസാനത്തെ മരണം രേഖപ്പെടുത്തിയത്. വയനാട് ജില്ലയിലെ കാർഷിക മേഖലയുടെ തകർച്ചയുടെ മറ്റൊരു പ്രതിരൂപമാണ് ആദിവാസികളുടെ സംശയാസ്പദമായ മരണങ്ങൾ. കാർഷിക മേഖലയുടെ പ്രതിസന്ധിക്ക് പുറമെ അനന്തമായി നീണ്ടുപോകുന്ന അന്യാധീനപ്പെട്ട ആദിവാസി ഭൂനിയമം നടപ്പിലാക്കുന്നതും ആദിവാസികൾക്ക് കൃഷിഭൂമി ഇല്ലാതായതുമാണ് അടിസ്ഥാന കാരണമായി നിലനിൽക്കുന്നത്. കാർഷിക മേഖലയിലെ തകർച്ചയെ തുടർന്ന് 1000-ഓളം കർഷകർ ആത്മഹത്യയിൽ അഭയം തേടിയ ജില്ലയാണ് വയനാട്. സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറുന്നതിനും രക്ഷപ്പെടുന്നതിനും കൃഷിഭൂമികൾ വിൽപ്പന നടത്തി വായ്പകളിൽ നിന്നും പലിശകളിൽ നിന്നും ജപ്തി നടപടികളിൽ നിന്നും മോചനം നേടിയ കർഷകർ കണ്ടെത്തിയ ഉപജീവന മാർഗങ്ങളിൽ ഒന്നാണ് അന്യ സംസ്ഥാനങ്ങളിലെ പാട്ടകൃഷി. കൃഷിഭൂമികൾ വിറ്റ് ഒഴിവാക്കി ടൂറിസം മേഖലയ്ക്കും റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്കും തീറെഴുതി കൊടുത്തതോടെ കഴിഞ്ഞ 2 പതിറ്റാണ്ടുകൾക്കുള്ളിൽ വയനാട് കാർഷിക മേഖലയുടെ ചിത്രം അതിദയനീയമായി മാറി. കാർഷിക മേഖലയുടെ തകർച്ചയെ മുതലെടുത്ത് ടൂറിസത്തിന് പരിപോഷിപ്പിക്കുന്ന സർക്കാർ നടപടികൾ വയനാടിനെ നശിപ്പിക്കുകയാണ്. നിയമലംഘനങ്ങളുടെ പിൻബലത്തോടെയുള്ള റിസോർട്ട് നിർമ്മാണം, അനിയന്ത്രിതമായ രീതിയിലുള്ള മയക്കുമരുന്ന് വ്യാപാരം, ലൈംഗിക വ്യാപാരം തുടങ്ങിയവ വയനാടിന്റെ കാർഷിക സംസ്കൃതിക്ക് പകരമായി ഉയർന്ന് തഴച്ച് വളരുകയാണ്. കുടക് മരണങ്ങളിൽ പലതും അസ്വാഭാവിക മരണങ്ങൾ എന്ന് ആദ്യം രേഖപ്പെടുത്തുന്ന പോലീസ് പിന്നീട് സ്വാഭാവിക മരണമെന്ന് രേഖപ്പെടുത്തി കേസ് അവസാനിപ്പിക്കുകയാണ്. വയനാട് ജില്ലയിൽ ഇത്രയും അധികം ആദിവാസികൾ അസ്വാഭാവിക മരണത്തിന് ഇരയായിട്ടുണ്ടെങ്കിലും ഒരു പാട്ട കർഷകൻ പോലും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. പണിയ നായ്ക്ക് വിഭാഗത്തിൽപ്പെട്ടവരാണ് പ്രധാനമായും അന്യ സംസ്ഥാനങ്ങളിലേക്ക് ജോലിക്ക് പോകുന്നത്. സമീപകാലത്തായി ആദിവാസികളെ എത്തിച്ചു കൊടുക്കുന്ന ഏജൻസികളും പ്രവർത്തിക്കുന്നുണ്ട്. ദിവസക്കൂലിയിൽ നിന്ന് 50 രൂപ വീതം ഏജന്റുമാർ കൈവശമാക്കുന്നുവെന്ന ചൂഷണത്തിനു കൂടി ആദിവാസി തൊഴിലാളികൾ ഇരയാവുന്നു. വയനാട് ജില്ലയിൽ ഇത്രയധികം ചൂഷണത്തിന് വിധേയരായി മരണപ്പെടുന്ന സംഭവങ്ങൾ പൊതുസമൂഹം വേണ്ടത്ര ഗൗനിക്കുന്നില്ല. ആദിവാസി ജനവിഭാഗത്തെക്കുറിച്ച് പൊതുവെ ഭരണകൂടവും പൊതുസമൂഹവും നിലനിർത്തിക്കൊണ്ടുവരുന്ന ചില പ്രത്യേക വിശേഷണങ്ങളിൽ ഒതുക്കുകയാണ്, അല്ലെങ്കിൽ ഒതുങ്ങുകയാണ്.